മാത്രം, അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും. നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ദേഹം അസ്ഥിരമാകും, മനസ്സതു വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയില്ലെന്നാൾ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയില്ലെന്നാൾ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക. പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരു ജീവിതം മാത്രം,
അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കീൽക്കുഴി, സിദ്ധിയും താഴ്വരയിൽ അനേകം കീൽക്കുഴികളുണ്ടായിരുന്നു. ഈ ലോക ജീവിതത്തിൽ കീൽക്കുഴികൾ ധാരാളമുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ കീൽക്കുഴി കാണും, ചിലപ്പോൾ നിങ്ങളുടെ കിടപ്പുമുറിയിൽ കീൽക്കുഴികൾ കാണും. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വടംവലി, എന്നും മത്സരം, എന്നും അഭിപ്രായ വ്യത്യാസം, തർക്കവും വിതർക്കവുമായിട്ട് കോലാഹലം, ബഹളം. ചിലപ്പോൾ ഭർത്താവ് ഭാര്യ അടിച്ചു വരും, ചിലപ്പോൾ തിരിച്ച് ഭാര്യ ഭർത്താവിനെ അടിച്ചു വരും. ആകെ കലക്കം. കീൽക്കുഴിയാണ്. നിങ്ങൾക്ക് പല നാളായി ശമ്പളം കിട്ടിയിട്ടില്ല, ജോലി ചെയ്യുന്നു, ശമ്പളമില്ല, നിങ്ങൾ മനസ്സ് വിഷാദിച്ചിരിക്കുന്നു, നിരാശപ്പെട്ടിരിക്കുന്നു. അതൊരു കീൽക്കുഴിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വരുമാന മാർഗ്ഗമില്ല. വരുമാന മാർഗ്ഗമില്ല. എങ്ങനെ ജീവിക്കും? എങ്ങനെ മുന്നോട്ട് പോകും? കഷ്ടപ്പെടാൻ മനസ്സാണ്, പക്ഷേ കഷ്ടപ്പെട്ടിട്ട് ഫലമില്ല. കീൽക്കുഴിയാണ്. ആകെ നിരാശയുടെ കീൽക്കുഴികൾ. നിരാശ ഇന്ന് ജനസമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു ബാധയാണ് നിരാശ. അതുകൊണ്ടാണ് അനേകർ ജീവിക്കണമെന്നില്ല എന്നൊക്കെ പറയുന്നത്. എനിക്ക് ജീവിക്കണമെന്നില്ല, ആത്മഹത്യ ചെയ്യാൻ പേടി. ഒരാൾ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ ചെയ്താൽ അത് ദൈവദോഷമല്ലേ, ആത്മഹത്യ ചെയ്താൽ അത് ദൈവത്തിന് കോപം വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാത്തത്. കൊച്ചൻ പറഞ്ഞതാണ്, ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്. ഞാൻ നോക്കിയിട്ട് അവൻ്റെ ജീവിതത്തിലൊരു കുഴപ്പമില്ല, പുറമേ യാതൊരു കുഴപ്പമില്ല, ജീവിക്കാൻ മാർഗമുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവൻ പറയുകയാണ്, എനിക്ക് നിരാശയാണ്, സമാധാനമില്ല. മരിക്കാമെന്ന് വെച്ചാൽ അത് ദൈവദോഷമാവില്ലേ? വേറൊരാൾ പറയുകയാണ്, ഞാൻ മരിക്കണ്ടായിരുന്നു, കാരണം മരിക്കാൻ നോക്കിയാൽ അത് എൻ്റെ മക്കൾക്ക് ദോഷമാണ്, അവരുടെ ഭാവിക്ക് ദോഷമാണ്, പല കേസൊക്കെ വന്ന് പാവങ്ങളെ പിടിച്ച് ഉപദ്രവിക്കും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ മരിക്കാത്തത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഏതെങ്കിലും വണ്ടി വന്നിടിച്ചാണെങ്കിൽ മരിച്ചാൽ മതിയായിരുന്നു, അത് പിന്നെ ആത്മഹത്യ എന്ന് പറയില്ലല്ലോ. ഒരു വണ്ടി വന്നിടിച്ചാൽ അങ്ങനെ വന്നാൽ മരിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ പലരും അങ്ങനെ ചിന്തിച്ചവരാണ്. എന്നാൽ സഹോദരങ്ങളെ, നിരാശയുടെ ആന്ധ്യത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് കറങ്ങുന്നവർ അനേകരാണ്. നിരാശ അതൊരു അന്ധതയാണത്. നിരാശ. ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കൊരു കാര്യം വിശ്വസിക്കൂ, യേശുക്രിസ്തു ജീവിക്കുന്നു, ഞാൻ നിരാശപ്പെടില്ല. യേശുക്രിസ്തു ജീവിക്കുന്നു, ഞാൻ നിരാശപ്പെടില്ല. എന്തെല്ലാം വന്നാലും ഞാൻ നിരാശപ്പെടുകയില്ല, എന്ത് കെടുതി വന്നാലും ഞാൻ നിരാശപ്പെടുകയില്ല. യേശുക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തു എൻ്റെ പ്രശ്നം അറിയുന്നു. എൻ്റെ ഈ ജീവിതം ഞാൻ യേശുവിന് കൊടുക്കുന്നു, ഈ ജീവിതം യേശുവിനെ കൈമാറുന്നു. ഗുഗുൽത്തായിൽ എനിക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് എൻ്റെ ജീവിതം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി എൻ്റെ കാര്യം നോക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. കർത്താവെ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റുമോ? യേശുവിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? എന്തുമാത്രം വറീസ്, കെയേഴ്സ്, എന്തെല്ലാം ആകുലങ്ങൾ, ആവലാധികൾ, ഭാരങ്ങൾ ഇല്ലേ, സ്ട്രെസ് എന്നൊക്കെ പറയുന്ന കാര്യം, എന്ത് വലിയ മനസ്സിൽ പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങൾ കേൾക്കൂ, ഈ പിരിമുറുക്കങ്ങളും ആവലാധികളും ഭാരങ്ങളും എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. സഹോദരങ്ങളെ, ഉള്ളു നീറിപ്പോകുന്ന എത്ര ജീവിതങ്ങളാണ്. സാധുക്കൾ, പാവങ്ങൾ, ഒരാശ്വാസം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. എവിടെ കിട്ടും സമാധാനം? സ്തോത്രം. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, സമാധാനം കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അത് കർത്താവായ യേശുവിൻ്റെ പാദപീഠമാണ്. സമാധാനം കിട്ടും. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ആശ്രയിക്കൂ. ട്രസ്റ്റ് ഇൻ ജീസസ്. യേശുക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിച്ച് വിശ്വസിക്കൂ. ട്രസ്റ്റ്, യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് വിശ്വസിക്കൂ. ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ഭാവനയിൽ കണ്ടുകൊണ്ട്, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയൂ. കെട്ടിപ്പിടിച്ച് പറയുകയാണ്, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പണ്ട് യാക്കോബ് ദൈവത്തോടങ്ങനെ പറഞ്ഞു. യാക്കോബ് പറഞ്ഞു, കർത്താവേ, ഇനി എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കാരണം കാലുളുക്കിപ്പോയി. യാക്കോബിൻ്റെ കാലുളുക്കി. അതുവരെ യാക്കോബിന് ഒരു താല്പര്യം, ഒരു സന്തോഷം ഉണ്ടായിരുന്നു, തൃപ്തി ഉണ്ടായിരുന്നു. എന്താ, കുഴപ്പമില്ല, ഓടി രക്ഷപ്പെടാം. ഏശാവ് 400 ആളുമായി വരികയാണ്. ശത്രുവായ ജ്യേഷ്ഠൻ കൊല്ലുമെന്ന് യാക്കോബിന് സംശയമില്ല. 400 ആളുമായി വരുന്നു. യാക്കോബ് നോക്കി, വന്നാലെന്താ,
ഓടി വന്നാൽ അവൻ്റെ വേലക്കാരെ പിടിച്ചുകൊണ്ട് പോകും, പിന്നെ എൻ്റെ ആടുമാടുകളെ കൊല്ലും, ഭാര്യമാരെ രണ്ടുപേരെയും ലേയും റാഹേലിനെയും കൊല്ലും, പിന്നെ എൻ്റെ മക്കളെയും കൊല്ലും. ആ സമയത്തിനിടയ്ക്ക് എനിക്ക് ഓടി രക്ഷപ്പെടാമല്ലോ. നല്ല കണക്കൂട്ടിലായിരുന്നു യാക്കോവിന്. എന്തെല്ലാം വന്നാലും എനിക്ക് ഓടി രക്ഷപ്പെടാമല്ലോ. സ്വന്തം കഴിവിലൊരാശ്രയം, ഒരു തൃപ്തി, എനിക്ക് ഓടി രക്ഷപ്പെടാമല്ലോ. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് യാക്കോവിൻ്റെ തുടയുടെ തടവും തൊട്ടത്. അയ്യോ ഉളുക്കിപ്പോയി. ഇനി ഓടി രക്ഷപ്പെടാനുള്ള പരിപാടിയില്ല, നടപ്പില്ല. അപ്പോൾ യാക്കോവ് തിരിച്ചു പറഞ്ഞു. ഇതുവരെയും ദൈവദൂതൻ മല്ലടിച്ചുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ യാക്കോവ് അങ്ങോട്ട് കയറി പിടിച്ചു. യാക്കോവ് പറഞ്ഞു, ഇനി നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. പിടിച്ചു വാങ്ങുകയാണ്, അനുഗ്രഹം പിടിച്ചു വാങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ അനുഗ്രഹം പിടിച്ചു വാങ്ങണം, ചോദിച്ചു വാങ്ങണം, നിങ്ങൾ പിടിച്ചു വാങ്ങണം, അനുഗ്രഹം പിടിച്ചു വാങ്ങണം. മക്കളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി അനുഗ്രഹം പിടിച്ചു വാങ്ങണം. ഭാര്യയുടെ രോഗം മാറാൻ വേണ്ടി അനുഗ്രഹം പിടിച്ചു വാങ്ങണം. ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾ അനുഗ്രഹം പിടിച്ചു വാങ്ങണം. കുടുംബത്തിൻ്റെ കഷ്ടത മാറാൻ വേണ്ടി അനുഗ്രഹം പിടിച്ചു വാങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ വേണ്ടി നിങ്ങൾ അനുഗ്രഹം പിടിച്ചു വാങ്ങണം. അനുഗ്രഹം പിടിച്ചു വാങ്ങണം. യാക്കോബ് അനുഗ്രഹം പിടിച്ചു വാങ്ങി. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. യാക്കോവിൻ്റെ ഈഗോ ഉടഞ്ഞു, യാക്കോവിൻ്റെ സ്വയം ഉടഞ്ഞു, യാക്കോവിൻ്റെ സെൽഫ് ഉടഞ്ഞു. സ്തോത്രം. തകർന്നു. ഇനി രക്ഷയില്ല, ഒരു നിർവാഹവുമില്ല. ഞാൻ ഓടി രക്ഷപ്പെടാൻ നിർവാഹമില്ല, തീർന്നു. എൻ്റെ കഴിവെല്ലാം തീർന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കർത്താവേ, എൻ്റെ കഴിവെല്ലാം തീർന്നു. ഞാൻ നോക്കി, പല വഴികളൊക്കെ നോക്കി, ഈ കടം തീരാൻ ഒരു മാർഗം കാണുന്നില്ല. എൻ്റെ കഴിവെല്ലാം തീർന്നു. കർത്താവ്, ഈ രോഗം മാറാൻ ഒരു മാർഗവുമില്ല, ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടു. എൻ്റെ കർത്താവ്, എൻ്റെ കുടുംബത്തിലെ വേദനകൾ മാറാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല, എല്ലാം പോയി. അങ്ങനെ വഴിമുട്ടി നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഈ വാക്കുകളെ കേൾക്കുന്നവർ, ജീവിതത്തിൻ്റെ വഴിമുട്ടി നിൽക്കുന്നവർ, ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്ന ഈ സമയം നിങ്ങൾ പിടിച്ചു വാങ്ങുക. യേശുവിൻ്റെ മുറിവേറ്റ ഭാഗത്തിൽ പിടിക്കുക, കയറി പിടിക്കുക. യേശുവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ല, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു മുറുകെ പിടിക്കുക. എൻ്റെ ഈ പ്രയാസത്തിന് നീ ഒരു പരിഹാരം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. കർത്താവേ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്നാണല്ലോ പറയുന്നത്, അനേകരുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഉള്ളവൻ്റെ പ്രാർത്ഥന നീ ഒന്ന് കേൾക്കണമേ. കർത്താവേ, അനുഗ്രഹീതമായ വചനമുള്ളൊരു കൂട്ടായ്മയിലേക്ക് നിന്നെ കൊണ്ടുവന്നു. നാഥ, എനിക്ക് നീ അനുഗ്രഹം തരാതെ നീ പോകല്ലേ. കർത്താവേ, നീ തിടുക്കപ്പെട്ടു പോകല്ലേ, ഒന്ന് നിൽക്കണേ. സ്തോത്രം. യേശു ക്രിസ്തുവിനെ നിങ്ങൾ പിടിച്ചു നിർത്തണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ നിങ്ങൾ നിർബന്ധമായി പിടിച്ചു നിർത്തണം. അനുഗ്രഹിച്ചാൽ അതിനെ വിടുകയില്ല. യാക്കോവിൻ്റെ ഈഗോ തകർന്നു. ഇനി ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ പറ്റൂ. യാക്കോവിന് ഈഗോ തകർന്നപ്പോൾ ഒരു പുതിയ പേര് കിട്ടി. എന്താ പേര്? ഇസ്രായേൽ. ദൈവത്തിൻ്റെ രാജകുമാരൻ എന്നുള്ള പേര് കിട്ടി. പ്രിൻസ് ഓഫ് ജഹോവ, ദ പ്രിൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രഭുകുമാരൻ, ഇസ്രായേൽ എന്നുള്ള പേര് കിട്ടി. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. എൻ്റെ മനസ്സിലേക്ക് ആശയങ്ങൾ തിരുത്തല്ലി വരുന്നല്ലോ. ഹന്ന ചോദിച്ചു വാങ്ങി, അപേക്ഷിച്ച് വാങ്ങി. ഒരു മോനുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു, ഉണ്ടാകുന്നില്ല. നിർഭാഗ്യം. മച്ചിയായിപ്പോയി. മക്കളുണ്ടാവില്ല, കുഞ്ഞുങ്ങളോ ഇല്ല. പക്ഷേ കൂട്ടുകാരി ഒരു പെന്നിന്ന എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, പെന്നിന്ന. അവൾക്ക് മക്കളുണ്ട്. അവളെന്നും കളിയാക്കും, വലിയ പ്രാർത്ഥനക്കാരിയാണ്. എന്നിട്ട് എന്തായി? വലിയ പ്രാർത്ഥന ഉണ്ടല്ലോ, എന്ത് പറ്റി? മക്കളുടെ ഉണ്ടാകാത്ത എന്താ? ആ മുള്ളുവാക്ക് കേൾക്കുമ്പോഴേക്കും ഒന്നുകൂടി വേദന, കുത്തുവാക്കുകൾ. പെനിന്ന എന്നും പാവം ഹന്നയെ ഇങ്ങനെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. വലിയ പ്രാർത്ഥനക്കാരിയാണ്. എന്ത് പറ്റി? എന്നിട്ട് പ്രാർത്ഥന ദൈവം എന്താ കേൾക്കാത്തത്? ഹന്നയ്ക്ക് ഒരു മറുപടിയുമില്ല. ഹന്ന വിനയപൂർവ്വം നിന്നു. എന്നാൽ ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവത്തോട് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹന്ന പുരോഹിതനോട് പറയുന്നൊരു വാക്കുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ? യജമാനെ, ഞാൻ മനോവശനുള്ള ഒരു സ്ത്രീ, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരിയത്രേ ചെയ്തത്. ഞാൻ മീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. പുരോഹിതന് സംശയം വന്നു. ഇവളിങ്ങനെ ചുണ്ടെല്ലാം ചലിച്ചുകൊണ്ട് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. പുരോഹിതൻ വിചാരിച്ചു ഇവൾ മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അന്നത്തെ പുരോഹിതന്മാർക്ക് അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല, ഇത് ആത്മാവിൻ്റെ ചലനമാണെന്ന്. ചിലർക്ക് അങ്ങനെയാണല്ലോ, ആത്മാവിൻ്റെ ചലനം കണ്ടാൽ മനസ്സിലാവുകയില്ല. സാരമില്ല. അവിടെ ഏലി എന്ന് പറയുന്ന പുരോഹിതൻ, അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽക്കൽ നിന്നുകൊണ്ട് അകത്തേക്ക് കടക്കാൻ മടിച്ച് നിന്നിട്ട് അവളിങ്ങനെ എന്തോ പെറുപിറുക്കുന്നു. ചുണ്ടിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു, നാവ് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
ശബ്ദം പുറത്തു വരാതെ അമർത്തി പിടിക്കുകയാണ്. പുരോഹിതൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഈ ദേവാലയത്തിൽ ഇതൊന്നും വേണ്ട. കുടിച്ച് ലഹരി പിടിച്ചിട്ട് വന്നിരിക്കുകയാണോ ദേവാലയത്തിലേക്ക്? ഉടനെ അവൾ പറഞ്ഞു, അയ്യോ യജമാനെ എന്നോട് ക്ഷമിക്കണം, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരി അത്രേ ചെയ്തത്. എൻ്റെ മനോവ്യസന ഹേതുവായിട്ടാണ് ഞാൻ വന്നത്, മനോവ്യസനം. അപ്പോൾ പുരോഹിതൻ്റെ കാര്യം മനസ്സിലായി, ഇവൾ പാവം അത്യാവശ്യക്കാരിയാണ്. പുരോഹിതൻ പറഞ്ഞു, മോളെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം, നിനക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടട്ടെ. അവൾ അന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോയി. ഒരു വർഷത്തിനകം ശമൂവേൽ ബാലൻ ജനിച്ചു. ശമൂവേലിനെ കിട്ടിയപ്പോൾ ഓമന കുഞ്ഞിനെ കരുതലത്തിൽ എഴുതിക്കൊണ്ട് അവൾ പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഏതാണ്? അതാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഇവനെ ഞാൻ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. അപേക്ഷിച്ച് വാങ്ങണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപേക്ഷിച്ച് വാങ്ങണം. മക്കളില്ലാത്തവരുണ്ടല്ലോ ഇവിടെ, അപേക്ഷിച്ച് വാങ്ങണം. മുന്നേറ്റമില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ, അപേക്ഷിച്ച് വാങ്ങണം. കടത്തിൽ വരയുന്നവരുണ്ടല്ലോ, അപേക്ഷിച്ച് വാങ്ങണം. കുടുംബത്തിലെ ക്ലേശങ്ങളിൽ വിഷമിച്ച് കഴിയുന്നുണ്ടല്ലോ, അപേക്ഷിച്ച് വാങ്ങണം. സമാധാനം അപേക്ഷിച്ച് വാങ്ങണം. സ്നേഹം അപേക്ഷിച്ച് വാങ്ങണം. സ്നേഹിത, നിൻ്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതം ഏൽപ്പിച്ചുകൊണ്ട് വ്യക്തമായി തീരുമാനം എടുക്കുമെങ്കിൽ ഇന്ന് കർത്താവേ നിൻ്റെ വചനം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ നിൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പാദം കെട്ടിപ്പിടിച്ചാൽ നീ അപേക്ഷിച്ച് വാങ്ങുന്നവളായി തീരും, അപേക്ഷിച്ച് വാങ്ങുന്നതിനായി തീരും. അനുഗ്രഹം സമൃദ്ധിയായി നിനക്ക് ലഭിക്കും. നിൻ്റെ ഹൃദയത്തെ വീർപ്പുമുട്ടിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടും. നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായ, നിൻ്റെ ഹൃദയത്തെ മഥിക്കുന്നതായ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കിട്ടും. നിനക്കൊരു സമാധാനം കിട്ടും. ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിർവടിയായി അനുഗ്രഹിക്കും, സമൃദ്ധിയായി അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നാമം മുഖത്തുപെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ കുറേയെല്ലാം എൻ്റെ അനുഭവത്തോട് ചേർത്തൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ പലതും പിടിച്ചു വാങ്ങിയിട്ടുണ്ട്, ദൈവത്തോട് പലതും പിടിച്ചു വാങ്ങിയിട്ടുണ്ട്, ചിലതെല്ലാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിർബന്ധം പറഞ്ഞപ്പോൾ കർത്താവ് തന്നിട്ടുമുണ്ട്. സ്തോത്രം. എന്നെ മറികടന്ന് കർത്താവ് പോയിട്ടില്ല. അതാണ് എൻ്റെ ദൈവവേലയുടെ രഹസ്യം. സ്തോത്രം. ഞാൻ ഈ വചനം പറയുന്നത് ആളുകൾ ആക്ഷേപിച്ചിട്ടൊന്നും നിർത്താത്തതിന് കാരണം അതാണ്. ഞാൻ ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങുന്നവനാണ്. ദൈവത്തിൻ്റെ കരുണ എനിക്ക് ലഭിച്ചതാണ്. അത്യുന്നതൻ്റെ കാരുണ്യം എനിക്ക് ലഭിച്ചതാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ അപേക്ഷിച്ച് വാങ്ങുന്നവരായി തീരണം. നിങ്ങളുടെ ഈഗോ തകർക്കണം, തകർന്ന് അപേക്ഷിച്ച് വാങ്ങണം. നിങ്ങളുടെ സ്വയം തകർന്ന് അപേക്ഷിച്ച് വാങ്ങണം. അപേക്ഷകൾക്ക് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. സിദ്ധീൻ താഴ്വരയിൽ കീഴ്ക്കുഴികളുണ്ടായിരുന്നു. കീഴ്ക്കുഴികളിൽ രാജാക്കന്മാർ ചെന്ന് വീണു. അപ്പോൾ അവിടെ ഒരു വലിയ നാശം വന്നു. നാശം എന്താണ്? ലോത്ത്, അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് അന്ന് സോദോമിലേക്ക് പോയിരിക്കുകയാണ്. ലോത്തിൻ്റെതെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. അവിടെ വായിക്കാം, ലോത്തിൻ്റേത് എല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. ഈ ശത്രു സൈന്യം വന്ന് ലോത്തിനുണ്ടായിരുന്നെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. അപ്പോൾ കൊച്ചപ്പൻ്റെ അടുക്കൽ, ഇളയപ്പൻ്റെ അടുക്കൽ അവൻ വാദിച്ച് കുറേയേറെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അബ്രഹാം പറഞ്ഞു, മോനെ നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, അല്ല നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. ലോത്ത് നോക്കി, നീരോട്ടമുള്ള സ്ഥലങ്ങൾ കണ്ടു. ഫലപുഷ്ടിയുള്ള സ്ഥലങ്ങളെല്ലാം ലോത്ത് എടുത്തു. നല്ല ഒന്നാന്തരം നല്ല വിളഭൂമികൾ, ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങൾ എല്ലാം ലോത്ത് എടുത്തു. ലോത്ത് പിന്നെ കൂടാരം നീക്കി അടിച്ചു. കൂടാരം നീക്കി അടിച്ച് സോദോമിലേക്ക് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അത് അവസാനം സോദോമിൽ ചീഫ്നായി, അവിടുത്തെ ഒരു മുനിസിപ്പൽ ചെയർമാനായി എന്ന് പറഞ്ഞാൽ എന്താ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായി എന്ന് വേണമെങ്കിൽ പറയാം. സോദോമിലെ പഞ്ചായത്ത് പ്രസിഡൻ്റായി എന്ന് വെച്ചാൽ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു പ്രതിനിധിയായി മാറി. അന്യദേശത്ത് വന്ന് ഈ ലോത്ത് അവിടെ വന്ന് നേതാവായി. എന്തു പറ്റി? ഈ ലോത്തിൻ്റെതെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. വായിച്ചേ. സോദോം രാജാവും ഗോമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സോദോമിലും ഗോമോറയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. അബ്രാമിൻ്റെ സഹോദരൻ്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. എല്ലാം കൊണ്ടുപോയി. ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും കൊണ്ടുപോയി. ഇളയപ്പനോട് ചോദിച്ചു വാങ്ങി, അല്ലെങ്കിൽ അവകാശം പറഞ്ഞു വാങ്ങി എന്ന് പറയുന്നത് പോലെ മേടിച്ചെടുത്തതെല്ലാം ശത്രു കൊണ്ടുപോയി. എല്ലാം കൊണ്ടുപോയി. സോദോമിൽ സമ്പാദിച്ചു വെച്ചതെല്ലാം ശത്രുവിൻ്റെ കയ്യിലായി. തർക്കിച്ചൊന്നും വാങ്ങരുത് കേട്ടോ. അപ്പൻ നിങ്ങൾക്ക് എന്തെങ്കിലും വീതിച്ച് തരുന്നെങ്കിൽ അത് സന്തോഷത്തോടെ വാങ്ങിക്കൊള്ളണം. അപ്പം എന്നെ ഇഷ്ടമല്ല, എൻ്റെ അനിയനെ ഇഷ്ടം, അതുകൊണ്ട് അനിയന് കൊടുത്തു അങ്ങനെ പറയരുത്.
അപ്പന് എന്നെയല്ല ഇഷ്ടം, എൻ്റെ ചേച്ചിയാണ് ഇഷ്ടം, ചേച്ചിക്ക് എല്ലാം അപ്പൻ കൊടുത്തു, എനിക്കൊന്നും തന്നില്ല, അങ്ങനെ പറയരുത്, ഒരിക്കലും ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. കിട്ടുന്നത് വാങ്ങിച്ചോളൂ. ഞാൻ ഒരു പ്രായോഗികമായ കാര്യമാണ് പറയുന്നത്. ഉള്ളിൽ തർക്കം വരരുത്, ഉള്ളിൽ ഇഷ്ടക്കുറവ് വരരുത്. ദൈവത്തിന് സ്തോത്രം. ഏതായാലും ഇളയപ്പൻ്റെ കയ്യിൽ നിന്ന് തന്ത്രപൂർവ്വം ലോത്ത് എല്ലാം തട്ടിയെടുത്തു. ഇളയപ്പൻ പാവം നല്ല മനുഷ്യനായിരുന്നു. അബ്രഹാം നല്ല മനുഷ്യനായിരുന്നു. അബ്രഹാമിന് സ്വത്തൊന്നും വലിയ വിഷയമല്ല, സ്വത്തൊന്നും ഒരു കാര്യവുമല്ല. മോനെ നീ എടുക്കത്തോ, അത് നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ, കൊള്ളാം, നല്ല തക്കത്തിൽ കിട്ടിയല്ലോ, എല്ലാം എടുത്തു. എന്നിട്ട് ഈ സമ്പത്തെല്ലാം ഇപ്പോൾ ശത്രു അപഹരിച്ചുകൊണ്ട് പോയി. അബ്രഹാം അത് കേട്ടു. അബ്രഹാം കേട്ടു, എൻ്റെ സഹോദരപുത്രനായ ലോത്ത്, എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ലോത്ത് കാര്യം ഇടയ്ക്ക് വഴിതെറ്റി പോയെങ്കിലും അവൻ എൻ്റെ സഹോദരപുത്രനാണല്ലോ, അവൻ്റെതെല്ലാം ശത്രു അപഹരിച്ചുകൊണ്ട് പോയല്ലോ. ഒരു കാര്യം ചെയ്യാം. അബ്രഹാം പെട്ടെന്ന് വീട്ടിലേക്ക് ആളയച്ചു. നോക്കണേ, അബ്രഹാം ഒരു വലിയ മഹാസമ്പന്നനാണ്. 318 അഭ്യാസികൾ വീട്ടിലുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ 318 അഭ്യാസികൾ. ഈ അഭ്യാസികളോട് കൂടി അബ്രഹാം ചെന്നു, രാജാക്കന്മാരെ തോൽപ്പിച്ചു, സമ്പത്തെല്ലാം മടക്കിക്കൊണ്ടുവന്നു. സഹോദരപുത്രൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നെ കരുതിയില്ലെങ്കിലും ഞാൻ അവനെ കരുതും. സ്തോത്രം. ആത്മീയത്തിൻ്റെ വലിയ പാഠമാണത്. എന്നെ അവർ കരുതിയില്ലെങ്കിലും, എന്നെ മാനിച്ചില്ലെങ്കിലും, എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും, എന്നെ ആദരിച്ചില്ലെങ്കിലും ഞാൻ അവന് വേണ്ടി കരുതും. എന്നിലാവുന്നത് ഞാൻ ചെയ്യും. 318 അഭ്യാസികളുമായി അബ്രഹാം ചെന്നു, ശത്രുക്കളെ എല്ലാം നിഗ്രഹിച്ചു, എല്ലാ സ്വത്തും മടക്കിക്കൊണ്ടുവന്നു. ലോത്തിൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടു വരുന്നതെല്ലാം അബ്രഹാം മടക്കിക്കൊണ്ടുവന്നു. സാക്ഷാലുള്ള വിശ്വാസിയുടെ അനുഭവമാണത്, ഒരു വിശ്വാസിയുടെ തീക്ഷ്ണത. സ്തോത്രം. അവിടെ വിദ്വേഷമില്ല. ഇവൻ എന്നോട് തട്ടിയെടുത്തതാണല്ലോ, ആ ചിന്തയുമില്ല. എൻ്റെ സ്വത്ത് അപഹരിച്ചനാണല്ലോ, ആ ചിന്തയുമില്ല. ഒരവസരം വന്നപ്പോൾ, സഹായിക്കേണ്ട അവസരം വന്നപ്പോൾ അവിടെ വേഗം ചാടി വീണു, പെട്ടെന്ന് ചാടി വീണു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കൊണ്ടുപോയതെല്ലാം അപഹരിച്ചുകൊണ്ട് വന്നു. ഇന്ന് സ്നേഹിതരെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരും. കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുമെങ്കിൽ, കർത്താവിൻ്റെ ഏതെങ്കിലും ഭൃത്യന്മാരിൽ കൂടി, കർത്താവിൻ്റെ ഏതെങ്കിലും ദാസന്മാരിൽ കൂടി, കർത്താവിൻ്റെ ഏതെങ്കിലും അഭിഷിക്തന്മാരിൽ കൂടി നിങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും. നഷ്ടപ്പെടുന്നതെല്ലാം നഷ്ടപ്പെട്ടു. സ്നേഹിതരെ ചോദിക്കട്ടെ, എന്തെല്ലാം നഷ്ടപ്പെട്ടു? പൈസ നഷ്ടപ്പെട്ടവരുണ്ടല്ലേ? പൈസ നഷ്ടപ്പെട്ടു. ചില മോഷ്ടിച്ചുകൊണ്ട് പോയി. എന്തു ചെയ്യും? മോഷ്ടിച്ചുകൊണ്ട് പോയി. അല്ല, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടവരുണ്ടോ? വിശുദ്ധി. സ്നേഹം നഷ്ടപ്പെട്ടവരുണ്ടോ? വിശ്വാസം നഷ്ടപ്പെട്ടവരുണ്ടോ? നിങ്ങളുടെ ശുശ്രൂഷ നഷ്ടപ്പെട്ടവരുണ്ടോ? ഓർക്കൂ, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊണ്ടുവരാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. വിശ്വസിക്കൂ. അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു, ധീരതയോടെ പുറപ്പെട്ടു, നഷ്ടങ്ങളെല്ലാം തിരികെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊണ്ടുവരുന്ന ഒരു നല്ല ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, എൻ്റെ അപ്പൻ മരിച്ചതിന് ശേഷം, എനിക്കൊരു വയസ്സുള്ളപ്പോഴാണ് അപ്പൻ മരിച്ചത്, നിങ്ങൾക്ക് അറിയാമല്ലോ. മരിച്ചതിന് ശേഷം കുറേ പാടത്തെ ഭൂമിയും കുറേയെല്ലാം വിൽക്കേണ്ടി വന്നു. അപ്പന് കടമുണ്ടായിരുന്നു, പാടത്തെ ഭൂമി ചിലതെല്ലാം വിൽക്കേണ്ടി വന്നു. അപ്പന് കിട്ടാനുള്ള രൂപയുണ്ടായിരുന്നു, പക്ഷേ കിട്ടാനുള്ള രൂപയൊന്നും ആരും തന്നില്ല. ദൈവത്തിന് സ്തോത്രം. കുറേ നഷ്ടങ്ങളെല്ലാം വന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒന്നിനും പഞ്ഞമില്ലാതെ കർത്താവ് നിർത്തിയിരിക്കുന്നു, ഒന്നിനും കുറവില്ലാതെ കർത്താവ് നിർത്തിയിരിക്കുന്നു. എല്ലാം ദാനം മാത്രം, അവിടുത്തെ കൃപ മാത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ വന്നിട്ടുള്ളവരുണ്ടോ? നഷ്ടങ്ങൾ സംഭവിച്ചവർ, വിശുദ്ധി നഷ്ടപ്പെട്ടവർ, വിശുദ്ധി കൈമോശം വന്നവർ, ജീവിതത്തിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടവർ, നല്ല ഒരു സാക്ഷി ഉണ്ടായിരുന്നു, സാക്ഷി നഷ്ടപ്പെട്ടവർ ആരെല്ലാം ഉണ്ട്? നല്ല ജീവിതസാക്ഷി ഉണ്ടായിരുന്നു, ജീവിതസാക്ഷി നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടത് എന്താണ്? ഉദ്യോഗം ഉണ്ടായിരുന്നു, ഉദ്യോഗം നഷ്ടപ്പെട്ടു പോയി. ജോലി ഉണ്ടായിരുന്നു, വരുമാനം ഉണ്ടായിരുന്നു, വരുമാനം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആകെ പരിഭ്രമത്തിലിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. ജനപിന്തുണ നഷ്ടപ്പെട്ടു പോയി. ജനപിന്തുണ, നല്ലൊരു വിവാഹാലോചന വരുന്നില്ല, മനസ്സ് ഉഷ്ണിച്ചിരിക്കുകയാണ്. നല്ല ഒരു വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞിനെ കിട്ടുന്നില്ല, മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. നഷ്ടങ്ങളെല്ലാം നീത്തി തരുന്ന ഒരു നല്ല യേശുവിനെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ വിളിക്കാം. യേശുവിനോട് നിങ്ങൾക്ക് പറയാം, കർത്താവേ, നഷ്ടങ്ങളേറെയാണ്. ഈ കണ്ട കാലങ്ങൾക്കുള്ളിൽ ഒട്ടേറെ നഷ്ടങ്ങൾ എനിക്ക് വന്നുപോയി. നാഥ, നീ എനിക്ക്
നേടിത്തന്നല്ലാതെ എനിക്ക് വിജയമില്ല. യേശുവേ, നീ എന്നെ സഹായിച്ചല്ലാതെ എനിക്ക് മുന്നോട്ടൊരു ഗതിയില്ല. കർത്താവേ, നീ തന്നെ എൻ്റെ സഹായം, നീ തന്നെ എൻ്റെ തുണ, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. യേശുവേ, ഞാനിതാ നഷ്ടപ്പെട്ടവനായി ഇതിനു മുമ്പ് വന്നിരിക്കുന്നു. എല്ലാം കളഞ്ഞു കുളിച്ചവനായി ഞാനിതാ തിരികെ വന്നിരിക്കുന്നു. യേശുവേ, ഞാൻ നിൻ്റെ പാദപീഠത്തെ കെട്ടിപ്പിടിക്കുന്നു. യേശുവേ, ആണിപ്പാടുള്ള പാദത്തിൽ കെട്ടിപ്പിടിക്കാൻ യോഗ്യതയില്ല, ഞാൻ പാപിയാണ്. എങ്കിലും കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ആശ്രയിക്കുകയാണ്. ഈ പാദം ഞാൻ കെട്ടിപ്പിടിക്കുകയാണ്. നിൻ്റെ തിരുമുറിവുകൾ ഞാൻ ചുംബിക്കുകയാണ്. കാലിലെ തിരുമുറിവുകളെ ചുംബിച്ചുകൊണ്ട് ഞാനോട് യാചിക്കുകയാണ്. നാഥാ, എന്നെ നീ തട്ടിക്കളയില്ലെന്ന് എനിക്കറിയാം, തട്ടി മാറ്റുകയില്ലെന്ന് എനിക്കറിയാം, എന്നെ മാറ്റിക്കളയില്ലെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു. അടുക്കള വരുന്നതിനെ ഒരു നാളും തള്ളിക്കളയില്ലെന്നാണല്ലോ എന്ന് പറഞ്ഞത്. എൻ്റെ അടുക്കൽ വരുന്നതിനെ ഒരു നാളും തള്ളിക്കളയില്ലെന്നാണല്ലോ എന്ന് പറഞ്ഞത്. ഞാനിതാ വരുന്നു, നിൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നു. നാഥാ, നീ നിൻ്റെ ആണിപ്പാടുള്ള കരം ഒന്ന് നീട്ടി ഈ പാവിയായ എൻ്റെ തലമേൽ നിൻ്റെ കരം ഒന്ന് വെക്കണമേ. ഞാൻ നിൻ്റെ വാദം കെട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ. ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തരണമേ. എന്നെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, അതിനൊരു പരിഹാരം തരണമേ. എന്നെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, പരിഹാരം തരണമേ. എന്നെ മനസ്സിൽ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ട്, പരിഹാരം തരണമേ. യേശുവേ, തൃക്കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. ആണിപ്പാടുള്ള കരം, തിരക്തം പുരണ്ട കരം എൻ്റെ തലമേൽ വെക്കണമേ. എല്ലാം അബ്രഹാം മടക്കിക്കൊണ്ടുവന്നു. കർത്താവേ, ഇന്നെല്ലാം മടക്കിക്കൊണ്ടുവരുന്ന ഒരു സുദിനമായി തീരട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഇന്നെല്ലാം മടക്കിക്കൊണ്ടുവരുന്ന അനുഗ്രഹത്തിന് സുദിനമായി മാറട്ടെ. ഇന്നെല്ലാ നഷ്ടങ്ങളും നികത്തി കിട്ടുന്ന അനുഗ്രഹത്തിന് നല്ല ദിവസമായി തീരട്ടെ. ആരോഗ്യം തിരിച്ചു വരട്ടെ. കർത്താവേ, രോഗം മാറട്ടെ, സമ്പത്ത് തിരികെ വരട്ടെ, കടങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. ബന്ധനങ്ങൾ മാറട്ടെ, ബാധകൾ ഒഴിയട്ടെ, ശത്രുവിൻ്റെ ഭീതികൾ മാറട്ടെ, ദുഷ്ടപിശാച് ലജ്ജിക്കട്ടെ. യേശുവേ, നീ പാമ്പിൻ്റെ തല ചതച്ചവനാകുന്നുവല്ലോ. പാമ്പിൻ്റെ തലച്ചവനായ യേശുവേ, ഇപ്പോൾ എനിക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണമേ. എൻ്റെ തൃക്കരം വയ്ക്കണമേ. എന്നെ നീ ഒന്ന് ശുദ്ധീകരിക്കണമേ. നാഥാ, ഇന്ന് എൻ്റെ കീഴ്ക്കുഴിയോട് ഞാൻ യാത്ര പറയുന്നു, സ്വയത്തോട് യാത്ര പറയുന്നു. യേശുവേ, എൻ്റെ സക്സിനോട് യാത്ര പറയുന്നു. യേശുവേ, എൻ്റെ ജഡത്തോട് യാത്ര പറയുന്നു. യേശുവേ, ലോകസ്നേഹത്തോട് യാത്ര പറയുന്നു. യേശുവേ, ഇന്ന് വ്യക്തമായ ഒരു തീരുമാനമെടുക്കുകയാണ്. കീഴ്ക്കുഴിയിൽ ഇനി കിടക്കണ്ട. യേശുവേ, കീഴ്ക്കുഴിയിൽ വീണുപോയവരുണ്ട്. യേശുവേ, ഞാനും കീഴ്ക്കുഴി വീണുപോയവനാണ്. നാഥാ, എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ സ്വയത്തിൽ ഞാൻ വീണുപോയവനാണ്, എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്നെ മേൽ തൃക്കരം വയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അതിമനോഹരമായ ഒരു സുദിനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെ എല്ലാം അവിടെ നിന്ന് കൂട്ടി വരുത്തിയതായ സ്തോത്രം. അവിടുത്തെ ക്രൂസിലെ സ്നേഹമാണല്ലോ എല്ലാവരും ആകർഷിച്ചുകൊണ്ട് വന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ആ കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ തലമേൽ തൃക്കരം വെക്കണമേ. എൻ്റെ കർത്താവേ, ശോഭനമായ ഭാവിയിലേക്ക് എല്ലാവരും നടത്തണമേ. വഴിമുട്ടി നിൽക്കുന്നവർക്ക് പുതിയ വഴി കാണിച്ചു കൊടുക്കണമേ. കരുണയുള്ള കർത്താവേ, പ്രശ്നങ്ങൾപ്പെട്ട് വലയുന്നവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണമേ. നാഥാ, നിത്യജീവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. അത് രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഈ മക്കളെല്ലാം ഒരുക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.